നമ്മൾ തീരദേശത്തു കൂടെ ഓടുന്ന ഒരു വണ്ടിയാണ് വരുന്നത്. അതെ, പ്രത്യേകിച്ച് വണ്ടിയുടെ പേരെന്താ? വണ്ടിയുടെ പേര് ഇവാനിയ. ജയകൃഷ്ണനെ കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഉണ്ട്. നമ്മൾ സ്കൂൾ കുട്ടികളടക്കം ഈ തീരത്തുള്ള ആൾക്കാർ, ആശങ്കയിൽ കഴിയുന്ന കുറെ ജനങ്ങളുണ്ട്. അവരോട് കുറച്ചും കൂടെ നമുക്ക് നേരിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ജയകൃഷ്ണൻ 9:20 എത്തേണ്ടത് അല്ലേ? സാധാരണ 9:23 3 മിനിറ്റ് ജയകൃഷ്ണൻ ലേറ്റാണ്. ബസിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. നമ്മൾ ആ ബസ്സിലേക്ക് കയറാൻ പോവാണ്. ആ ബസ്സിൽ കുറച്ച് യാത്രക്കാരുണ്ടാവും. നമുക്ക് അവരോടത്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം. നമ്മളിനി പോകുന്നത് ഉപ്പുതറ പഞ്ചായത്തിലേക്ക്. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്താ അറിയോ? 3 കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഇത് ഊതിപ്പെരിപ്പിച്ച് ആളിക്കെത്തിക്കേണ്ട വിഷയമല്ലെന്നും ജാഗ്രതയോടുകൂടി എന്നാൽ അവധാനതയോടുകൂടി ഇടപെടേണ്ട വിഷയമാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മളോട് സംസാരിച്ച സിജു അടക്കം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് തമിഴ്നാട് ജനതയെ കൂടി വിശ്വാസത്തിൽ എടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു രാഷ്ട്രീയവും സാമൂഹികവുമായ ആവശ്യമാണ്. തീർച്ചയായും. അതുകൊണ്ട് സഭാതലത്തിലാണെങ്കിൽ അവിടെയുള്ള സഭയിൽ വിശ്വസിക്കുന്ന ആളുകളും ഇവിടെയുള്ള സഭയിൽ വിശ്വസിക്കുന്ന ആളുകളും ഉണ്ട്. അവിടെ സ്വാഭാവികമായിട്ട് അവരോട് കാര്യങ്ങൾ പറയാം. കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയുള്ളവരും അവിടെയുള്ളവരും ഉണ്ട്. അവരോട് പറയാം, അല്ലേ? രാഷ്ട്രീയ മേഖലയുള്ളവരോട് പറയാം. അങ്ങനെ പല തലങ്ങളിലുള്ള ചർച്ചകൾ നടന്നാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ആ വിഷയത്തിലാണ് റിപ്പോർട്ടർ ഊന്നൽ നൽകുന്നത്. തീർച്ചയായും ഡീൻ കുര്യാക്കോസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന അഭിപ്രായത്തോട് നമ്മൾ എല്ലാവരും യോജിക്കുന്നു. MP തലത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കമിടാൻ ഒരു ചർച്ചയ്ക്ക് നമുക്ക് സാധ്യമാവണം. അത് ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളിലൂടെ ആളിക്കത്തിച്ച് തമിഴ്നാട്ടുകാരെ പ്രകോപിപ്പിക്കാനും പാടില്ല. കാരണം നമ്മൾ ഈ പറയുന്ന ഉദ്ദേശശുദ്ധിയുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. തീർച്ചയായിട്ടും നമ്മളവരുടെ സഹോദരങ്ങളാണല്ലോ. അവരുടെ ഒരു പരിധി വരെ നമ്മുടെ ഈ ഡാം തകരാതിരിക്കേണ്ട പ്രധാന ഉത്തരവാദിത്വം അവർക്കാണ്. അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യം അവരെ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ദുരന്തത്തിൻ്റെ ശേഷം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു നഷ്ടം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതിന് പറ്റിയൊരു സാഹചര്യം ഇപ്പോൾ ഡീൻ പറഞ്ഞതുപോലെ ഇപ്പോൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെൻറ് ആണെങ്കിൽ പോലും പ്രതിപക്ഷ കക്ഷികളിലെ ഭാഗമായിരിക്കുന്നതിൽ DMKയും ഉണ്ട്, ഇവിടെ ഭരിക്കുന്ന CPM ഉണ്ട്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഏകോപിപ്പിക്കുവാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അൻപുടയർ മക്കളെ ഉങ്ങൾക്ക് തണ്ണി കിടക്ക മാട്ടേ എന്നല്ല കേട്ടോ, തങ്ങൾ കണ്ടിപ്പാ തണ്ണി കിടച്ചിരിക്കും എന്നുള്ളതാണ് സെന്തിൽകുമാർ പറഞ്ഞത്. അല്ലേ സന്ദീപ്? സന്ദീപ് പറഞ്ഞതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. അത് അവിടുത്തെ ജനങ്ങളെ ബോധിപ്പിക്കാൻ നമുക്ക് പറ്റും. അത് ഒരു പരിധി വരെ അതിന് കഴിയാതെ പോകുന്നുണ്ട്. തമിഴ്നാട്ടില് ഈ ആളുകളുടെ ഇടയിൽ ചില ആശങ്കകൾ പരത്തുന്നത്. നമസ്കാരം ചേട്ടാ, എന്താ പേര്? ഞാൻ വണ്ടിപ്പെരിയാറിന്ന് വരുന്നത്. വണ്ടിപ്പെരിയാറിന്ന് ഇങ്ങോട്ട് വന്നാ? ഇവിടെയാണോ കച്ചവടം അതോ ജീവിതം എങ്ങനെയാ? ഇവിടെ ഇവിടെ തന്നെ ജീവിതം പശു കച്ചവടത്തിന് വന്നത്. പച്ചക്കറി. ഓക്കെ. ഈ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചൊക്കെ കേട്ട ചർച്ചയൊക്കെ പങ്കെടുക്കാറുണ്ടോ? അങ്ങനെ പറയുന്ന കേൾക്കാറുണ്ട്. എന്താ നിങ്ങളുടെ ഒരു ആവശ്യം? നമ്മളെ ആവശ്യം തന്നെ മുല്ലപ്പെരിയാർ ഡാം കെട്ടണം. ഒരു പുതിയ ഡാം കെട്ടണം. ആ പേടി മാറണം. എങ്കിലും ഇവിടെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുള്ളൂ. എങ്കിലേ ഇവിടെ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു ചേട്ടാ. അപ്പൊ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് വണ്ടിപ്പെരിയാറിലേക്ക് പോകും? എല്ലാ ദിവസവും ഇല്ല ഇന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് 2 ആഴ്ച ഇവിടെ വന്നു. ഓക്കെ.